എല്ലാ കൂട്ടുകാർക്കും മനു അന്മയിലോട്ട് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി മുരിങ്ങക്കായ സൂപ്പാണേ. ഇതെങ്ങനെയാണ് നല്ല ടേസ്റ്റോട് കൂടി തയ്യാർ ചെയ്തെടുക്കണേ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സൂപ്പ് മൺചട്ടിക്കകത്തോട്ട് 2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. ചെറിയ കഷ്ണമാക്കി ഇതുപോലെ മുറിച്ചെടുത്ത മുരിങ്ങക്കായ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് വേവിക്കുന്ന സമയത്ത് ചെറിയൊരു സവാള ഇതുപോലെ കട്ട് ചെയ്ത് ഇവിടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 5-10 അല്ലി വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നല്ലൊരു മൂടി ഉപയോഗിച്ച് വേവുന്ന വരെ ചെറുതീയിൽ നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നോക്കൂ, നല്ല രീതിയിലൊന്ന് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വേണ്ടത് മുരിങ്ങക്കായ മാത്രം ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. മുരിങ്ങക്കായ മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് അരിച്ചെടുക്കണം. അതുകൂടാതെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു വെള്ളം ഇതുകൂടെ നമുക്കൊന്ന് മാറ്റി വെക്കണം. അപ്പോൾ എന്തായാലും ഇതൊന്ന് അടിച്ചെടുക്കട്ടെ. ഈ വെള്ളം ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടൊന്ന് മാറ്റണം. അപ്പോൾ എന്തായാലും മുരിങ്ങക്കായ ഒന്ന് മിക്സിയിലൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ മുരിങ്ങക്കായൊക്കെ മിക്സിയിലിട്ട് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുത്തതാണ്. ഇതാ വേവിച്ച വെള്ളം. അപ്പോൾ ഇത് തയ്യാറാക്കാം. മൺചട്ടിയിൽ 2 ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകമൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്തുനിന്ന് കാണുമ്പം ചെറിയ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഇഞ്ചി ഈ ഒരു സമയം നമുക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ പൊടിയായി നുറുക്കിയ വെളുത്തുള്ളി, ഒരു 5-10 അല്ലി പൊടിയായി നുറുക്കിയതാണ്. അപ്പോൾ അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നെയ്യിൽ കറന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അതിൻ്റെ പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറണം. ഒരു ലൈറ്റ് ബ്രൗൺ കളറാണ് വരെ ചെറുതീയിൽ നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഏകദേശം നിറമൊക്കെ ഒന്ന് മാറി ബ്രൗൺ കളറായിട്ട് വരും. ഈ ഒരു സമയമാകുമ്പോൾ മുരിങ്ങക്കായ നമുക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം. അടിച്ചെടുത്ത വെള്ളം ചേർക്കാം. ഇതിനോടൊപ്പം തന്നെ വേവിച്ച ആ ഒരു വെള്ളം കൂടെ ഇതിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് തിള വരാനുണ്ട്. നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. ചെറുതായിട്ടൊക്കെ ഒന്ന് തിളവന്ന് വരുമ്പോൾ ഇനി ഇതിനാവശ്യമായ അളവിൽ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പോരാന്നുണ്ടെങ്കിൽ പിന്നീട് ചേർക്കുക. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയുടെ അളവൊക്കെ ടേസ്റ്റ് അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ജസ്റ്റ് ഒന്ന് തിള വന്നാൽ മാത്രം മതിയാവും. അപ്പോൾ എന്തായാലും ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതാ നല്ല രീതിയിലൊന്ന് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ ഇനി ഏറ്റവും അവസാനമായിട്ട് ഒരു ചെറുനാരങ്ങയുടെ പകുതി നീര് മാത്രം ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇതുകൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ രുചികരമായ മുരിങ്ങക്കായ സൂപ്പ് ഇവിടെ റെഡിയാണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീട്ടിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.